കുറച്ച് നാളായിട്ട് നാച്ചുട്ടൻ്റെ ഒരു പരാതിയാണ് ഗെയിം കളിക്കാനായിട്ട് സ്പാർക്കീസി കൊണ്ടുപോകുന്നില്ലെന്ന്. എന്നാൽ പിന്നെ ആ പരാതി ഇന്നങ്ങ് തീർക്കാമെന്ന് വെച്ച് നമ്മളെല്ലാവരും റെഡിയായി പുറത്തോട്ട് ഇറങ്ങി. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാനുള്ള പോക്കാണല്ലേ എന്ന്. പക്ഷേ ഇതിൻ്റെ പിന്നിലെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഈ വരുന്നതാണ് നാച്ചുട്ടൻ. ഇവന് കാറി കയറി 10 മിനിറ്റ് കഴിഞ്ഞ് അപ്പം ബാത്റൂമിൽ പോകണം. എല്ലാ പെട്രോൾ പമ്പും സന്ദർശിച്ച് ഞങ്ങൾ പെട്രോൾ പമ്പ് തീർത്ഥയാത്രയിലാണ് എവിടെയെങ്കിലും പോവാറ്. ഈ വരുന്നതാണ് അപ്കമിങ് ടെറർ നമ്മുടെ വീട്ടിലത്തെ അബിക്കുട്ടി. ഇവൾക്കാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കാറിൽ കയറി എല്ലാവരും സ്വസ്ഥവും സമാധാനമായി സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്വിച്ച് ഇട്ട പോലെ കരച്ചിൽ വരും. അങ്ങനെ നമ്മളെല്ലാവരും ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്കാർക്ക് ചെറിയൊരു സന്തോഷമൊക്കെ കിട്ടി മിണ്ടാതിരിക്കും കുറച്ച് നേരത്തേക്ക്. ഇതാണ് നമ്മുടെ വീട്ടിലെ ഹംഗ്രി സ്റ്റാർ മറിയാമ്മ. എപ്പോഴും എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് പുറത്തേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഓരോ 20 മിനിറ്റിലും അലാം വെച്ച മാതിരി വിശക്കുന്ന ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഇവരെല്ലാവരും കൂടി കൂട്ടിപ്പെറുക്കി നമ്മളൊരു യുദ്ധത്തിന് പോകുന്ന പോലെയാണ് പുറത്തേക്ക് ഇറങ്ങാറ് സാധാരണ. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നോക്കി കഴിഞ്ഞപ്പോഴാണ് പുറത്ത് നല്ല പൊടിക്കാറ്റും നല്ല വൃത്തികെട്ട ക്ലൈമറ്റും. അത് പിന്നെ അങ്ങനെ വരൂ, പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ നേരെ നമ്മൾ ഖൽദിയ മാളിലേക്ക് എത്തി. ഖൽദിയ മാളിലാണ് സാധാരണ പോകാറ്. അവിടെ അത്യാവശ്യം ചെറുതുമല്ല, അന്ന് ഭയങ്കര വലുതുമല്ലാത്തൊരു സ്പാർക്കീസാണ്. അങ്ങനെ നമ്മൾ